I'm Ennemcien. Welcome to Exam Package Part 5 for +1 Vector Analysis. Question number 1. What is the position vector of the point brackets 1, 3, -2? And what is its length? ഇതാണ് ചോദ്യം. ഈ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും xi + yj + zk എന്നാണ്. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, z കോർഡിനേറ്റ്. അപ്പോൾ 1 × i + 3 × j + -2 × k, or i + 3j - 2k. This is the position vector. ഇനി ഇതിൻ്റെ ലെങ്ത് കാണുന്നത് √, ലെങ്ത് മോഡുലസ് ഓഫ് ആർ ഇങ്ങനെ എഴുതാം, അല്ലെ വെക്ടർ സിമ്പിൾ മോഡിൽ എഴുതാതിരുതിയാലും മോഡുലസ് അല്ലെ ലെങ്ത് എന്ന അർത്ഥം, ഈക്വൽസ് √(x² + y² + z². അപ്പോൾ 1² + 3² + -2 that is √14. പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അത്രയും ലെങ്ത് യൂണിറ്റ് എന്നെഴുതാം. അത് മീറ്റർ എന്നോ സെൻറ്റിമീറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റ് എഴുതി വയ്ക്കുക. Another one. Find the distance between the points P bracketsil and the coordinates 2, 1, 3 and Q -1, 2, 1. P -1, 2, 1. Sorry, P 2, 1, 3, Q -1, 2, 1. ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ദൂരമാണ് കാണേണ്ടത്. ഇതിന് ചെയ്യേണ്ടത് ആദ്യം ഒരു ഒറിജിൻ എടുക്കണം. പി ക്യൂ ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനാണല്ലോ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഈ വെക്ടർ ഞാൻ നേരത്തെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ആദ്യത്തെ പോസ്റ്റിങ്ങുകളിൽ. അത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് തപ്പിയെടുത്ത് കാണാം. വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ വെക്ടർ ഓ പി, ഇതാണ് പിയുടെ പൊസിഷൻ വെക്ടർ. ഇത് വെക്ടർ ഓ ക്യൂ, ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ. എങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ നമുക്കിപ്പോൾ ഇതാ കാണേണ്ടത്. ആരോ നോക്കി, എപ്പോഴും പൊസിഷൻ വെക്ടർ ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കാണ് ആരോ ഇടേണ്ടത്. അപ്പോൾ ഇത് വെക്ടർ R1 എന്നിരിക്കട്ടെ, വെക്ടർ ഓ പി. ദിസ് ഈസ് വെക്ടർ R2, വെക്ടർ ഓ ക്യൂ. നമുക്ക് വെക്ടർ പി ക്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് ആരോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. ആഡ് ചെയ്താൽ റിസൾട്ടായിട്ട് വരുന്നത് ആരോ എതിരെ വരുന്നത്. എന്നാൽ ഇത് ക്ലോക്ക് വൈസ്. ഈ രണ്ട് ആരോ ഇങ്ങനെ ക്ലോക്ക് വൈസാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് കിട്ടും. അതായത് വെക്ടർ ഒ പി + വെക്ടർ പി ക്യൂ ഈക്വൽസ് വെക്ടർ ഒ ക്യൂ. അപ്പോൾ ആദ്യം നമുക്ക് വെക്ടർ ഒ പി അല്ലെ വെക്ടർ R1 കാണാം. 3i, ഇപ്പോൾ മുമ്പേ ചെയ്തതുപോലെ 3i + 1 × j + 3 × k. അതാണ് വെക്ടർ R1. R1 ഈക്വൽസ് വെക്ടർ ഒ പി ഈക്വൽസ് 2i + j + 3k. ഇതുപോലെ പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ, വെക്ടർ R2 ഈക്വൽസ് വെക്ടർ ഒ ക്യൂ ഈക്വൽസ് -1 × i + 2 × j + 1 × k, or -i + 2j + k. ഇനി വെക്ടർ സമ്മേഷൻ എടുക്കണം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. വെക്ടർ ഒ പി + വെക്ടർ പി ക്യൂ ഈക്വൽസ് വെക്ടർ ഒ ക്യൂ. ഫസ്റ്റ് വെക്ടറിൻ്റെ ടെയിലും
സെക്കൻഡ് വെക്ടറിൻ്റെ ഹെഡും കൂടെ ചേർക്കുന്നത് സമ ഫ്രം വിച്ച് വെക്ടർ പി ക്യൂ ഇതാണ് നമുക്ക് കാണുന്നത് ഈക്വൽസ് വെക്ടർ ഒ ക്യൂ മൈനസ് വെക്ടർ ഒ പി. അപ്പോൾ വെക്ടർ ഒ ക്യൂ ഈസ് ദിസ് മൈനസ് ഐ പ്ലസ് 2j പ്ലസ് കെ മൈനസ് വെക്ടർ ഒ പി 2i പ്ലസ് ജെ പ്ലസ് 3k. ഇതാണ് ഓൾജിബ്ര എക്സ്പ്രഷൻ മൈനസ് ചെയ്യുന്നവർ ചെയ്യണം. -1 -2 -3 -3i 2j minus j 1k k minus 3k minus 2k. ഇതാണ് പി വെക്ടർ പി ക്യൂ. എങ്കിൽ എൻ്റെ ലെങ്ത് ഡിസ്റ്റൻസ് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഈ വെക്ടറിൻ്റെ നീളമാണ്. ദറ്റ് ഈസ് പി ക്യൂ ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ദറ്റ് ഈസ് റൂട്ട് 14 യൂണിറ്റ്സ്. ഇത് എളുപ്പമാർഗം ചെയ്യാം. നിങ്ങൾ ഈ വെക്ടർ ഫോമിൽ ഇങ്ങനെ ഒക്കെ എഴുതണമെന്നില്ല. ഈ കോർഡിനേറ്റ്സ് നേരിട്ടങ്ങ് ഫൈനൽ മൈനസ് ഇനിഷ്യൽ എപ്പോഴും രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ദൂരം കാണണമെങ്കിൽ വെക്ടർ ഫോമിൽ വെക്ടറായിട്ട് കാണണമെങ്കിൽ ഫൈനൽ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സിൽ നിന്ന് ഇനിഷ്യൽ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കുറച്ചിട്ട് ഐയും ജെയും കെയും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്ന് ഓർത്താൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഓർത്താൽ മതി. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സിൽ നിന്ന് പിയുടെ കോർഡിനേറ്റ്സ് കുറച്ചാൽ മതി. -1 -2 -3 ഇവിടെ എഴുതിയിട്ടുണ്ട്. വെക്ടർ പി ക്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. ഫൈനൽ കോർഡിനേറ്റ്സ് മൈനസ് ഇനിഷ്യൽ കോർഡിനേറ്റ്സ്. അപ്പോൾ -1 -2 -3 2 -1 1 1 -3 -2 എന്നിട്ട് അതിൻ്റെ കൂടെ ഐയും ജെയും കെയും ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ -3i പ്ലസ് ജെ -5k. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ സ്ക്വയർ റൂട്ട് ഓഫ് 3 x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇങ്ങനെ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അനദർ വൺ, ഫൈൻഡ് ദി യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ 3i minus 2j plus 4k. ഏതെങ്കിലും ഒരു നമ്പറിനെ ഒരു യൂണിറ്റ് വെക്ടറായി ക്യാപ്പ് ഇട്ട് എഴുതുന്നത് എ ക്യാപ്പ്. യൂണിറ്റ് വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടർ കിട്ടും. അപ്പോൾ വെക്ടർ എ ഈക്വൽസ് ഫലത്തിൽ ഇതിൻ്റെ മോഡുലസ് ഇൻറ്റു യൂണിറ്റ് വെക്ടറാണ്. ഏത് യൂണിറ്റ് വെക്ടറിനെയും ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ ആ നമ്പർ മാഗ്നിറ്റ്യൂഡായിട്ട് വരുന്നതും ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ളതുമായ ഒരു വെക്ടറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഇങ്ങനെ എഴുതാം. വെക്ടർ എ ഈക്വൽസ് എ ഇൻറ്റു എ ക്യാപ്പ്. എ എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, മോഡുലസ്. അപ്പോൾ ഇതിൽ നിന്ന് യൂണിറ്റ് വെക്ടർ കാണണമെങ്കിൽ വെക്ടർ എ ബൈ എ. വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. വെക്ടർ എ ഇവിടെ 3i മൈനസ് 2j പ്ലസ് 4k. അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ദറ്റ് ഈസ് റൂട്ട് ഓഫ് 29 ഓർ 5.4. എങ്കിൽ എ ക്യാപ്പ് ഈക്വൽസ് വെക്ടർ എ ബൈ അതിൻ്റെ മോഡുലസ് 3i മൈനസ് 2j പ്ലസ് 4k ഡിവൈഡഡ് ബൈ 5.4. ഇത് ഓരോ ടൈമിനെ ഈ 5.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3/5.4 2/5.4 4/5.4 കോമൺ ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ ആൻസർ കിട്ടുന്നത് 0.56i മൈനസ് 0.37j പ്ലസ് 0.74k. ഇതാണ് ആൻസർ.
ഇപ്പോൾ ഇതിൻ്റെ മോഡുലസ് എഴുതാണെന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 0.56 സ്ക്വയർ പ്ലസ് 0.37 സ്ക്വയർ പ്ലസ് 0.74 സ്ക്വയർ കണ്ടുപിടിച്ചാൽ 1 എന്ന് കിട്ടും. പിന്നെ ഈ ഡെസിമലിൻ്റെ ചെറിയ വ്യത്യാസം വരും. അത് നമ്മൾ ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുന്നതല്ലേ, റൗണ്ട് ചെയ്ത് എഴുതുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുള്ളൂ 1 എന്ന് കിട്ടും. പിന്നെ അടുത്തത് എപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള എ ഡോട്ട് പ്രോഡക്റ്റിൽ എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ, മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പം എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു മോഡുലസ് ഓഫ് എ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു കോസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് എ. ഒരു വെക്ടറും അതിന് ഇടയ്ക്കും തമ്മിലുള്ള ദൂരം ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ cos 0, a square into cos 0 is 1. Look at a dot a is a square. എയും ബിയും എ ഡോട്ട് ബി 0 എന്ന് കിട്ടിയ അതിനകത്ത് എയും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നാണ്. അപ്പോൾ രണ്ട് വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 കാരണം കോസ് 90 0 അല്ലേ. എ ഡോട്ട് ബി ഈക്വൽസ് എ ബി ഇൻറ്റു കോസ് 90, ദറ്റ് ഈസ് കോസ് 90 is 0. ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് എവിടെ കണ്ടാലും അതിനർത്ഥം ആ രണ്ട് വെക്ടേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നാണ്. ഇനി അടുത്ത ചോദ്യം, മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽസ് മോഡുലസ് ഓഫ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. മോഡുലസ് ഓഫ് എ പ്ലസ് ബിയും മോഡുലസ് ഓഫ് എ മൈനസ് ബിയും തന്നിട്ട് ഈക്വലാണ് എങ്കിൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. ആ രീതിയിൽ ഞങ്ങൾ സ്ക്വയർ ചെയ്യണം. ഇതിപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഡോട്ട് എ സ്ക്വയർ, എ സ്ക്വയർ. സാധാരണ എ പ്ലസ് ബി ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാൽ മതി, ഇവിടെ ഡോട്ട് ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നല്ലേ. എ സ്ക്വയറിന് പകരം എ ഡോട്ട് എ, അത് എ സ്ക്വയർ തന്നെയാണ്. പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ളതിന് പകരം 2a ഡോട്ട് ബി ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി. ഇത് ഈക്വൽ. ഇവിടുന്ന് കോമൺ ടേംസ് വെട്ടിക്കളയാമല്ലോ. പോയിട്ട് ഇവിടെ 2a ഡോട്ട് ബി വരും, ഇവിടെ മൈനസ് 2a ഡോട്ട് ബി വരും. അത് രണ്ടും കൂടെ ഒരു സൈഡിലോട്ടാക്കി കഴിഞ്ഞാൽ 4a ഡോട്ട് ബി ഈക്വൽ 0, വിച്ച് മീൻസ് എ ഡോട്ട് ബി ഈക്വൽ 0. എ ഡോട്ട് ബി 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ ആൻഡ് ബി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഓർ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 90 degree. ദാറ്റ് ഈസ് ദി ആൻസർ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. Another one, a force vector F equals 4I plus 2J plus 3K Newton displaces a particle from P 2 to 1 to Q 4 3 2. What is the work done? Coordinates are in meter. വർക്ക് നമുക്കറിയാം. വർക്ക് W ഈക്വൽസ് F ഡോട്ട് S, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് 4I പ്ലസ് 2J പ്ലസ് 3K. എസ് എന്ന് പറയുന്നത് ആദ്യം ചെയ്തതാണല്ലോ. രണ്ട് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ. ആ പോയിൻറ്റ്സ് തമ്മിലുള്ള വെക്ടർ എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനിഷ്യൽ 4 മൈനസ് 1 3. അപ്പോൾ അല്ല 2 മൈനസ് 4 മൈനസ് 2 4 മൈനസ് 2 2 3 മൈനസ് 2 1 2 മൈനസ് 1 1. അപ്പോൾ 2I പ്ലസ് J പ്ലസ് K എങ്കിൽ അപ്പോൾ വെക്ടർ എഫും ഉണ്ട്, വെക്ടർ എസും ഉണ്ട്. എങ്കിൽ W വർക്ക് ഈസ് F ഡോട്ട് S.
കമ്പോണൻസ് വെച്ച് ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നത് എങ്ങനെയാണ്? എ ഡോട്ട് ബി ഈസ് A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. That is 4 into 2 plus 2 into 1 plus 3 into 1. That is 13 joule. That is the answer. Another one. If a dot B equals modulus of A cross B, find the angle between A and B. A dot B ഒരു സ്കെയിലറാണ്, A cross B വെക്ടറാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കണമെങ്കിൽ ഇതിൻ്റെ മോഡുലസ് പറയണം. അപ്പോൾ A cross ബിയുടെ മോഡുലസ് A ഡോട്ട് ബിയും ഈക്വൽ ആണെങ്കിൽ എയും ബിയും വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ. അതിൻ്റെ കൂടെ അതൊരു വെക്ടറാണ്. ആ വെക്ടർ കാണിക്കാൻ യൂണിറ്റ് വെക്ടർ എന്നും കൂടെ ചേർക്കും. അപ്പോൾ മോഡുലസ് പറയുമ്പോൾ എ ബി സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈസ് എ ബി സൈൻ തീറ്റ. ഇത് രണ്ട് ഈക്വൽ ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ എ ബി കോസ് തീറ്റ ഈക്വൽസ് എ ബി സൈൻ തീറ്റ. ഓർ എ ബി വെട്ടിപ്പോവും, സൈൻ തീറ്റ ഈക്വൽസ് കോസ് തീറ്റ. ഇക്വേഷനെ തീറ്റ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽസ് 1 ഓർ ടാൻ തീറ്റ ഈക്വൽസ് 1. ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റ ഈസ് 45 degree. That is the answer. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പഴയ വെക്ടറിൻ്റെ പോസ്റ്റിങ്സ് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ. We will continue this exam package. Thank you.